വിദേശത്ത് ജോലി അന്വേഷിക്കുന്നവരാണോ നിങ്ങൾ? ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരാണോ? എങ്കിൽ നിങ്ങൾക്കിതാ ഒരു അവസരം. ദുബായിലോ അബുദാബിയിലോ ഡെലിവറി ബോയ് ആവാം. മാസം 80,000 മുകളിൽ വരുമാനം നേടാം. നമസ്കാരം, ന്യൂസ് ഈവനിംഗിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. CPM-ലും LDF-ലും ഏകോപനമില്ലെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ. MV ഗോവിന്ദനും ബിനോയ് വിശ്വവും മുഖ്യമന്ത്രിയും തോന്നിയത് വിളിച്ചു പറയുന്നു. CPM RSS ബന്ധം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെന്നും VD സതീശൻ. മുണ്ടൂരിൽ വീണ്ടും കാട്ടാന ആക്രമണം. പുലർച്ചെ വീടിന് പുറത്തിറങ്ങിയ ഗൃഹനാഥൻ കാട്ടാനയുടെ ചവിട്ടേറ്റ് മരിച്ചു. 2 മാസത്തിനിടെ പ്രദേശത്ത് കാട്ടാന ആക്രമണത്തിൽ മരണം 2ആയി. ആന ഇപ്പോഴും ജനവാസ മേഖലയിൽ. സ്ഥലത്തെത്തിയ ജില്ലാ കലക്ടർക്കും MLA-ക്കും നേരെ നാട്ടുകാരുടെ രോഷപ്രകടനം. മുള്ളൂർക്കര വാഴക്കോട് ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വാഴക്കൊമ്പ്. ജനവാസ കേന്ദ്രത്തിലെത്തിയ കാട്ടാന വ്യാപകമായി കൃഷി നശിപ്പിച്ചു. എലപ്പുള്ളിയിൽ മദ്യനിർമ്മാണ കമ്പനിക്കെതിരെ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകരുടെ ഏകദിന ഉപവാസം. മദ്യമൊഴുക്കി പണമുണ്ടാക്കാനുള്ള ജനദ്രോഹ നടപടിയിൽ നിന്ന് സർക്കാർ പിന്മാറണമെന്ന് ഉപവാസവേദി. സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി മദ്യവിരുദ്ധ ജനകീയ മുന്നണി ചെയർമാൻ ബിഷപ്പ് ജോഷുവ ഇഗ്നാത്യൂസ്. ഇസ്രായേലിന്റെ യുദ്ധവെറി ആരോപിച്ച് ഷൊർണൂരിൽ വ്യത്യസ്ത സംഘടനകളുടെ പ്രതിഷേധം. CPM നേതൃത്വത്തിൽ യുദ്ധവിരുദ്ധ പൊതുയോഗം. ഇസ്രായേൽ തെമ്മാടി രാഷ്ട്രമെന്നാരോപിച്ച് SDPI. PN പണിക്കരുടെ സ്മരണയിൽ ഇന്ന് വായനാ ദിനം. വായനശാലകളിലും വിദ്യാലയങ്ങളിലും പ്രത്യേക പരിപാടികൾ. വിദ്യാഭ്യാസ വകുപ്പിന്റെ വായനാ വാരാചരണത്തിന് തുടക്കം. വാർത്തകൾ വിശദമായി. CPM-ലും LDF-ലും ഏകോപനമില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. MV ഗോവിന്ദനും ബിനോയ് വിശ്വവും മുഖ്യമന്ത്രിയും ഓരോരോ കാര്യങ്ങൾ പറയുന്നു. CPM RSS ബന്ധം ഉണ്ടായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെന്നും VD സതീശൻ പറഞ്ഞു. CPM-ഉം RSS-ഉം രാജീവ് ഗാന്ധിക്കെതിരെ 89-ൽ ഒരുമിച്ച് പ്രചരണം നടത്തിയിട്ടുണ്ട്. BJP-യെ ഭരണകക്ഷിയാക്കാൻ കൂട്ടുനിന്നത് CPM-ആണ്. CPM BJP നേതാക്കൾ ഒരുമിച്ച് ബിസിനസ് നടത്തുന്നു. നിതിൻ ഗഡ്കരിയെ സമ്മാനപ്പെട്ടിയും പൊന്നാടയും കൊണ്ടാണ് മുഖ്യമന്ത്രി കണ്ടത്. ഹിന്ദുവിൽ ഇന്റർവ്യൂ കൊടുത്ത് മലപ്പുറം പരാമർശം നടത്തിയത് യജമാനന്മാരെ സന്തോഷിപ്പിക്കാനാണെന്നും VD സതീശൻ പറഞ്ഞു. നിലമ്പൂരുണ്ടായത് അത് സ്വാഭാവികമായും പ്രതിഫലിക്കുക തന്നെ ചെയ്യും. ഇതിനകത്ത് ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത് CPM-ലും LDF-ലും യാതൊരു തരത്തിലുള്ള ഏകോപനവും ഇല്ല. പരസ്പര വിരുദ്ധമായ അഭിപ്രായങ്ങൾ അവർ പറയുകയാണ്. CPM ജനറൽ സെക്രട്ടറി MV ഗോവിന്ദൻ ഒന്ന് പറഞ്ഞു, CPI ജനറൽ സെക്രട്ടറി ബിനോയ് വിശ്വം വേറെന്ന് പറഞ്ഞു. ഇത് രണ്ടും അല്ലാത്ത വേറൊരു കാര്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയാം. മുഖ്യമന്ത്രി ഇന്നലെ എഴുതി വായിച്ച എന്താണെന്ന് അദ്ദേഹത്തിനും മനസ്സിലായില്ല, ഞങ്ങൾക്കും മനസ്സിലായില്ല, നാട്ടുകാർക്കും മനസ്സിലായില്ല. എന്താ പറഞ്ഞതെന്ന് വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. മുഖ്യമന്ത്രി അത് നിഷേധിക്കുകയാണ്. 75-ൽ അടിയന്തരാവസ്ഥ കാലത്തും അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിലും CPM RSS ബന്ധമുണ്ടായിരുന്നു. 67-ൽ ബന്ധമുണ്ടായിരുന്നു. 89-ൽ ബന്ധമുണ്ടായിരുന്നു. ഞാൻ ഇന്നലെ ഫോട്ടോ ഹാജരാക്കിയല്ലോ. ഒരു ബന്ധമില്ലെങ്കിൽ EMS-ഉം ജ്യോതി ബസും LK അദ്വാനിയും വാജ്പേയിയും 89-ൽ എങ്ങനെയാണ് ഒരുമിച്ച് പ്രചരണം നടത്തി രാജീവ് ഗാന്ധിക്കെതിരായിട്ട്? അതെങ്ങനെ 89-ൽ ജനതാ പാർട്ടി അല്ലല്ലോ. 80-ൽ BJP ഉണ്ടായി, 89-ൽ BJP-ആണ്. BJP 84-ൽ 2 സീറ്റും മാത്രം കിട്ടിയ BJP-യെ വളർത്തി ഇന്ത്യയിലെ ഭരണകക്ഷിയാക്കാൻ ഇടതുപക്ഷം കൂട്ടുനിന്നിട്ടുണ്ട്. ആ യാത്രയിൽ അത് വളരെ കൃത്യമാണ്. നിതിൻ ഗഡ്കരിയും പിണറായി വിജയനും തമ്മിലുള്ള ബന്ധം എന്താ? ഈ ഹൈവേ മുഴുവൻ പൊളിഞ്ഞ് തകർന്ന് പണ്ടരടങ്ങിയിരിക്കുമ്പോൾ ഞങ്ങൾക്ക് യാതൊരു കേസുമില്ല എന്ന് പറഞ്ഞിട്ട് സമ്മാനപ്പെട്ടിയും പൊന്നാടയുമായിട്ടാണ് നിതിൻ ഗഡ്കരിയെ കാണാൻ പോയത്. ആണോ? എന്താ കാര്യം? എന്തിനാണ് സമ്മാനപ്പെട്ടി കൊടുക്കുന്നത് നിതിൻ ഗഡ്കരിക്ക്? ഹൈവേ തകർന്നേനോ? സമ്മാനപ്പെട്ടിയും പൊന്നാടയും അത് ഇവരൊക്കെ തമ്മിൽ ബന്ധമാണ്. നാട്ടിൽ സർക്കാരില്ലാത്ത അവസ്ഥയാണ്. മലയോര ജനതയെ വിധിക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണെന്നും മുണ്ടൂരിലെ കാട്ടാന ആക്രമണവുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് മറുപടിയായി VD സതീശൻ കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മുണ്ടൂരിൽ പുലർച്ചെ വീടിന് പുറത്തിറങ്ങിയ ഗൃഹനാഥൻ കാട്ടാനയുടെ ചവിട്ടേറ്റ് മരിച്ചു. മുണ്ടൂർ ഞാറക്കോട് 61 വയസ്സുള്ള കുമാരനാണ് മരിച്ചത്. 2 മാസത്തിനിടെ മുണ്ടൂരിൽ കാട്ടാനാക്രമണത്തിൽ 2ാമത്തെ മരണമാണിത്. കാട്ടാന ഇപ്പോഴും ജനവാസ മേഖലയിലുണ്ട്.
പുലർച്ചെ 3 മണിക്കാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ വീടിന് പുറത്തിറങ്ങിയ കൂലിപ്പണിക്കാരനായ മുണ്ടൂർ ഞാറക്കോട് കുമാരൻ കൊല്ലപ്പെട്ടത്. 2 മാസത്തിനിടെ മുണ്ടൂർ മേഖലയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ നടക്കുന്ന രണ്ടാമത്തെ മരണമാണിത്. ഏപ്രിലിൽ മാതാവിനോടൊപ്പം വീട്ടിലേക്ക് പോവുകയായിരുന്ന അലൻ എന്ന യുവാവ് കൊല്ലപ്പെട്ടിരുന്നു. പുലർച്ചെ വീടിന് പുറത്തേക്കിറങ്ങിയപ്പോൾ മുറ്റത്ത് വെച്ചാണ് കുമാരനെ ആന ആക്രമിച്ചത്. അവിടെ വെച്ച് തന്നെ മരിച്ചു. ഇന്നലെ മുതൽ ആന പ്രദേശത്ത് കറങ്ങി നടക്കുന്നുണ്ടായിരുന്നു. ഏറെ പണിപ്പെട്ടാണ് RRT സംഘം കാട്ടാനയെ കാട്ടിലേക്ക് കയറ്റിയത്. വനം വകുപ്പിൻ്റെ അനാസ്ഥയാണ് മുണ്ടൂരിൽ കാട്ടാന ശല്യം അവസാനിക്കാത്തതിന് കാരണമെന്ന് ആരോപിച്ച് നാട്ടുകാർ വലിയ പ്രതിഷേധത്തിലാണ്. ഈ ആനയെ ഇന്നെ കുങ്കിയാനെ ഏർപ്പാട് ചെയ്യാനുള്ള കാട്ടാന ആക്രമണത്തെ തുടർന്ന് ജില്ലാ കലക്ടർ കൊല്ലപ്പെട്ട കുമാരൻ്റെ വീട് സന്ദർശിച്ചു. നേരത്തെ കലക്ടർ സ്ഥലത്തെത്തിയതിനു ശേഷമേ കുമാരൻ്റെ മൃതദേഹം സംഭവസ്ഥലത്ത് നിന്ന് മാറ്റുകയുള്ളൂ എന്ന നിലപാടിലായിരുന്നു നാട്ടുകാർ. അതേസമയം കാട്ടാന ഇപ്പോഴും ജനവാസ മേഖലയിൽ കറങ്ങി നടക്കുന്നത് പ്രദേശവാസികളിൽ വലിയ രീതിയിലുള്ള ഭീതി സൃഷ്ടിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മുണ്ടൂരിൽ കാട്ടാനയുടെ ചവിട്ടേറ്റ് ഗൃഹനാഥൻ മരിച്ച സ്ഥലത്തെത്തിയ ജില്ലാ കളക്ടർക്കും MLAക്കുമെതിരെ നാട്ടുകാരുടെ രോഷപ്രകടനം. മുണ്ടൂരിലെ ദുരന്ത സ്ഥലത്തെത്തിയ ജില്ലാ കളക്ടർ G. പ്രിയങ്കയ്ക്കും മലമ്പുഴ MLA പ്രഭാകരനും നേരെയാണ് നാട്ടുകാർ തട്ടിക്കയറിയത്. മുണ്ടൂരിൽ ആനശല്യം വ്യാപകമാകുമ്പോഴും ഇത് തടയാൻ അധികൃതർ ഒന്നും ചെയ്യുന്നില്ലെന്നായിരുന്നു നാട്ടുകാരുടെ പരാതി. വിഷയം ഗൗരവത്തോടെയാണ് കാണുന്നതെന്നും കാട്ടാനകളെ തുരത്താൻ അടിയന്തര നടപടിയുണ്ടാകുമെന്നും കളക്ടർ പ്രിയങ്ക ഉറപ്പു നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൊല്ലപ്പെട്ട കുമാരന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. പുലർച്ചെ 3:30യോടെയാണ് മുണ്ടൂർ ഞാറക്കോട് കുമാരൻ സ്വന്തം വീട്ടുമുറ്റത്ത് കാട്ടാനയുടെ ചവിട്ടേറ്റ് മരിച്ചത്. 2 മാസത്തിനിടെ മുണ്ടൂർ മേഖലയിൽ കാട്ടാനയുടെ ചവിട്ടേറ്റ് 2 പേർ മരിച്ചു. കുമാരന്റെ മരണത്തിൽ രോഷാകുലരായ നാട്ടുകാർ മൃതദേഹം നീക്കം ചെയ്യാനാവില്ലെന്ന നിലപാടിലായിരുന്നു. ഇതേ തുടർന്നാണ് ജില്ലാ കളക്ടറും മലമ്പുഴ MLA പ്രഭാകരനും സ്ഥലത്തെത്തിയത്. കളക്ടർക്കും MLAക്കുമെതിരെ വലിയ രീതിയിലുള്ള രോഷപ്രകടനമാണ് ആദ്യം നാട്ടുകാർ നടത്തിയത്. നടപടി സംബന്ധിച്ച കളക്ടറുടെ ഉറപ്പിന്മേൽ ജനങ്ങൾ അല്പം ശാന്തരായതോടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വാഴക്കൊമ്പൻ വീണ്ടും ഉള്ളൂർക്കര വാഴക്കോട് ജനവാസ മേഖലയിൽ. ഇടവേളയ്ക്ക് ശേഷം പ്രദേശത്തെത്തിയ വാഴക്കൊമ്പൻ വ്യാപകമായി കൃഷി നശിപ്പിച്ചു. ആന വീടിന് മുന്നിലൂടെ പോകുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. വാഴക്കോട് ഭാഗത്ത് വീട്ടുവളപ്പുകളിലെ വാഴയും തെങ്ങും പ്ലാവും ഉൾപ്പെടെ കാട്ടാന നശിപ്പിച്ചു. ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും വാഴക്കൊമ്പൻ ജനവാസ മേഖലയിൽ എത്തിയത്. വാഴാനി മേഖലയിൽ നിന്ന് വാഴക്കോട് പ്ലാഴി സംസ്ഥാനപാത മുറിച്ചുകിടന്നാണ് ആന ജനവാസ മേഖലയിൽ എത്തിയത്. ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം. ഇതിൻ്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ആന വീണ്ടും ജനവാസ മേഖലയിലെത്തിയതോടെ പ്രദേശവാസികൾ കടുത്ത ഭീതിയിലാണ്. മേഖലയിൽ RRT സംഘത്തെ നിയോഗിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മദ്യമൊഴുക്കി പണമുണ്ടാക്കാനുള്ള ജനദ്രോഹ നടപടിയിൽ നിന്ന് സർക്കാർ പിന്മാറണമെന്ന് എലപ്പുള്ളിയിൽ നടന്ന സാമൂഹിക സാംസ്കാരിക പ്രവർത്തകരുടെ ഉപവാസവേദി ആവശ്യപ്പെട്ടു. എലപ്പുള്ളി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ഏകദിന ഉപവാസം മദ്യവിരുദ്ധ ജനകീയ മുന്നണി ചെയർമാൻ ബിഷപ്പ് ജോഷുവ ഇഗ്നാത്യൂസ് ഉദ്ഘാടനം ചെയ്തു. മദ്യഷാപ്പുകൾ സ്ഥാപിക്കുന്നതിന് തീരുമാനമെടുക്കാനുള്ള പഞ്ചായത്തുകളുടെ അധികാരം ഉടനടി തിരിച്ചു നൽകണമെന്ന് ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്ത ബിഷപ്പ് ജോഷുവ ഇഗ്നാത്യൂസ് ആവശ്യപ്പെട്ടു. എലപ്പുള്ളി പഞ്ചായത്തിലെ ജനങ്ങളുടെ കുടിവെള്ളം ഊറ്റിയെടുത്ത് മദ്യമുണ്ടാക്കാനുള്ള സർക്കാരിൻ്റെ നീക്കത്തിനെതിരെ ജനങ്ങൾ ഒറ്റക്കെട്ടായി അണിനിരക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. വിവിധ സാമൂഹ്യ സാംസ്കാരിക സംഘടനകളിൽ നിന്നും ഡോക്ടർ PV രാജഗോപാൽ, T ബാലകൃഷ്ണൻ, ഡോക്ടർ K രാധാകൃഷ്ണൻ നായർ, KV സുഗതൻ, ഡോക്ടർ ജോസ് മാത്യു, TM വർഗീസ്, അഡ്വക്കേറ്റ് PA പൗരൻ, S ഉദയകുമാർ, ഖദീജ വർഗീസ്, PV യൂസഫ് അലി, അഡ്വക്കേറ്റ് ജോൺ ജോസഫ്, ഡോക്ടർ ഫിറോസ് ഖാൻ, മദ്യനിരോധന പ്രസ്ഥാനങ്ങളെ പ്രതിനിധീകരിച്ച് ഇയച്ചേരി കുഞ്ഞികൃഷ്ണൻ, അഡ്വക്കേറ്റ് സുജാത വർമ്മ, സാജൻ ഇയച്ചേരി, പത്മിനി,
വിളയോടി വേണുഗോപാൽ, ശ്രീനിവാസൻ പുതുശ്ശേരി, ഫാദർ ടോം കിഴക്കേടത്ത് എന്നിവർ സംസാരിച്ചു. തമിഴ്നാട് മധുര ഗാന്ധി മ്യൂസിയം ഡയറക്ടർ ഡോക്ടർ നന്ദറാവു വേദരണയം, ഉപ്പു സത്യാഗ്രഹ സ്മാരക വിദ്യാലയം ട്രസ്റ്റി എം ദേവരത്നം തുടങ്ങിയവർ സമരത്തിന് ആശംസകൾ അർപ്പിച്ചു. അഡ്വക്കേറ്റ് തമ്പാൻ തോമസ് സമാപന സന്ദേശം നൽകി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഒറ്റപ്പാലം റഫറൻസ് ലൈബ്രറി ആൻഡ് ജനകീയ വായനശാലയിൽ വായനാ പക്ഷാചരണം തുടങ്ങി. ലൈബ്രറി പ്രസിഡന്റ് ഇ രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ചരമദിനം ജൂലൈ 7 ഐതിഹാസിക ചരമദിനം ഈ ദിവസത്തിൽ വിവിധ എഴുത്തുകാരുടെയും മഹാന്മാരായ വ്യക്തികളുടെയും ഓർമ്മദിനങ്ങൾ ഈ ദിവസങ്ങളിൽ ആചരിച്ചു വരുന്നുണ്ട്. ഒറ്റപ്പാലം ലൈബ്രറിയിൽ 119 വർഷം പഴക്കമുള്ള ഒരു ചരിത്ര സ്മാരകമുണ്ട്. ചടങ്ങിൽ സെക്രട്ടറി IM സതീശൻ അധ്യക്ഷത വഹിച്ചു. അശ്വതി ടീച്ചർ ആശംസാ പ്രസംഗം നടത്തി. അനശ്വര, അഫ്സ എന്നിവർ കവിതകൾ ആലപിച്ചു. പി പരമേശ്വരൻ സ്വാഗതവും KM ഉണ്ണി നന്ദിയും പറഞ്ഞു. ജൂലൈ 7 ഐവിദാസ് ദിനം വരെ ലൈബ്രറിയിൽ മഹാന്മാരായ സാഹിത്യ സാംസ്കാരിക നായകരുടെ ഓർമ്മ ദിനാചരണം, പുസ്തക ചർച്ച, അനുമോദന സദസ്സ്, മെമ്പർഷിപ്പ് ക്യാമ്പയിൻ തുടങ്ങിയ പരിപാടികൾ നടത്തുന്നുണ്ട്. ഈ വർഷം ലൈബ്രറിയിൽ പുതുതായി വാങ്ങിയ 600ഓളം പുസ്തകങ്ങളുടെ പ്രദർശനവുമുണ്ടായി. സമീപത്തെ സ്കൂളുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നുമായി നിരവധി പേർ പുസ്തക പ്രദർശനം കാണാനെത്തി. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പാലക്കാട് ജില്ലാ പബ്ലിക് ലൈബ്രറിയുടെ വായനാ ദിനാഘോഷം ജില്ലാ കളക്ടർ പ്രിയങ്ക G IAS ഉദ്ഘാടനം ചെയ്തു. കഥ, കവിത അവതരണം, ചർച്ച തുടങ്ങി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. ലൈബ്രറി സെക്രട്ടറി TR അജയൻ അധ്യക്ഷത വഹിച്ചു. OV വിജയൻ്റെ കടൽ തീരത്ത് എന്ന പ്രശസ്ത കഥയുടെ വായനയോടെയാണ് വായനാ ദിനാചരണം ആരംഭിച്ചത്. എഴുത്തുകാരനും ചിറ്റൂർ തത്തമംഗലം മുനിസിപ്പൽ വൈസ് ചെയർമാനുമായ M ശിവകുമാർ കടൽ തീരത്ത് ചൊൽക്കാഴ്ചയായി വായിച്ച് സദസ്സിനെയാകെ കഥയിലെ വെള്ളായിയപ്പൻ്റെ ദുഃഖത്തോട് ചേർത്ത് നിർത്തി. ഡോക്ടർ PR ജയശീലൻ പ്രഭാഷണം നടത്തി. മാനവികത നിറയ്ക്കാൻ വായനയ്ക്ക് കഴിയുമെന്നും ചാണകം ചുമക്കുന്ന മനുഷ്യരായി നമ്മൾ മാറരുതെന്നും അദ്ദേഹം പറഞ്ഞു. ജ്യോതിബായ് പരിയാടത്ത്, R ശാന്തകുമാരൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. വായനയുടെ സമകാലിക പ്രാധാന്യം സംബന്ധിച്ച് ചർച്ചയുമുണ്ടായി. KR ഇന്ദു കവിത ചൊല്ലി. പ്രൊഫസർ K മോഹൻദാസ് സ്വാഗതവും മുരളി S കുമാർ നന്ദിയും പറഞ്ഞു. പത്തിരിപ്പാല മൗണ്ട് സീന പബ്ലിക് സ്കൂളിലെ 60 കുട്ടികൾ വായനാ ദിനത്തോടനുബന്ധിച്ച് പാലക്കാട് ജില്ലാ പബ്ലിക് ലൈബ്രറി സന്ദർശിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. CPM ഷൊർണൂർ ലോക്കൽ കമ്മിറ്റി യുദ്ധവിരുദ്ധ പൊതുയോഗം സംഘടിപ്പിച്ചു. ഏരിയ കമ്മിറ്റി അംഗം MK ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. അമേരിക്കൻ പിന്തുണയോടെയാണ് ഇസ്രായേൽ ഇറാനിൽ കടന്നാക്രമണം നടത്തുന്നതെന്നാരോപിച്ചാണ് ഷൊർണൂർ ടൗണിൽ CPM ലോക്കൽ കമ്മിറ്റി യുദ്ധവിരുദ്ധ പൊതുയോഗം നടത്തിയത്. ഇസ്രായേലിൻ്റെ യുദ്ധവെറിക്കെതിരെ ടൗണിൽ പ്രവർത്തകർ പ്രകടനം നടത്തി. പ്രകടനത്തിന് ശേഷം നടന്ന യുദ്ധവിരുദ്ധ പൊതുയോഗം CPM ഒറ്റപ്പാലം ഏരിയ കമ്മിറ്റി അംഗവും ഷൊർണൂർ നഗരസഭാ ചെയർമാനുമായ MK ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. ഇസ്രായേലിൻ്റെ യുദ്ധം നടത്താനുള്ള ആഹ്വാനം ഇസ്രായേൽ ആദ്യം പാലസ്തീനെ ആക്രമിച്ചു. വർഷങ്ങളായി പാലസ്തീന് നേരെ വലിയ തോതിലുള്ള കടന്നാക്രമണമാണ് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അടുത്ത ദിവസമാണ് ഇറാനുമായി
പലസ്തീനെ പോലെ തന്നെ ഇറാനുമായി അതിരൂക്ഷമായ നിലയിലാണ് ബോംബിംഗ് അതുപോലെ ഷെല്ലിങ്ങും എല്ലാം നടത്തി കീഴ്പ്പെടുത്താനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യം അമേരിക്കയുടെ പിന്തുണയോടുകൂടിയാണ് ലോകത്ത് ഇങ്ങനെ യുദ്ധത്തിന് വേണ്ടിയുള്ള വെറിപൂണ്ട യുദ്ധക്കൊതിയന്മാർ എന്ന് വിശേഷിപ്പിക്കാവുന്ന നിലയിൽ ലോകത്തിൻ്റെ സമാധാന ജീവിതം തകർക്കാൻ നേതൃത്വം കൊടുക്കുന്ന ഇസ്രയേലിനെതിരായിട്ടുള്ള പ്രതിഷേധം CPM ഷൊർണൂർ ലോക്കൽ സെക്രട്ടറി ND ദിൻഷാദ്, LC അംഗങ്ങളായ M നാരായണൻ, T മുരളീധരൻ, രാജേഷ് പട്ടത്ത് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഇസ്രായേലിൻ്റെ യുദ്ധവെറിക്കെതിരെ ഷൊർണൂർ ടൗണിൽ SDPI പ്രതിഷേധം. മുനിസിപ്പൽ പ്രസിഡന്റ് മുസ്തഫ ഷൊർണൂർ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. തെമ്മാടി രാഷ്ട്രം ഇസ്രായേലിൻ്റെ യുദ്ധവെറിക്കെതിരെ എന്ന തലക്കെട്ടിലാണ് SDPI ഷൊർണൂർ ടൗണിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. SDPI ഷൊർണൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ പരിപാടി മുനിസിപ്പൽ പ്രസിഡന്റ് മുസ്തഫ ഷൊർണൂർ ഉദ്ഘാടനം ചെയ്തു. മുനിസിപ്പൽ സെക്രട്ടറി ഷക്കീർ കല്ലിങ്ങൽ, മുനിസിപ്പൽ ജോയിന്റ് സെക്രട്ടറി യാസിർ മാട്ടുമൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കേരളശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ ആരോഗ്യതരംഗം പദ്ധതിയുടെ ഭാഗമായി NSS വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവൃത്തികൾ നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ സുനിൽ ഉദ്ഘാടനം ചെയ്തു. കേരളശ്ശേരി ഗ്രാമപഞ്ചായത്തും കുടുംബാരോഗ്യ കേന്ദ്രവും സംയുക്തമായി ആശ, ആരോഗ്യ സേന വളണ്ടിയർമാർ, ആരോഗ്യ വിഭാഗം ജീവനക്കാർ, ജനപ്രതിനിധികൾ എന്നിവരുടെ നേതൃത്വത്തിലാണ് സമ്പൂർണ്ണ ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾ. ഗ്രാമപഞ്ചായത്തിലെ 7-8 വാർഡുകളിലായി മുഴുവൻ വീടുകളും സന്ദർശിച്ചു. ഉറവിട നശീകരണം, ക്ലോറിനേഷൻ, ഫീവർ സർവെയിലൻസ്, നോട്ടീസ് വിതരണം, ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ എന്നിവയും നടന്നു. രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷ ഷാഹിദ, ജനപ്രതിനിധിയായ അഡ്വക്കേറ്റ് ബാലസുബ്രഹ്മണ്യൻ, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ലത, സെക്രട്ടറി രജനി, ജൂനിയർ ഇൻസ്പെക്ടർമാരായ സ്മിത്ത്, രമ്യ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർ AK സുരേഷ് ഫീൽഡ് പ്രവർത്തനം നടത്തുന്നതിന് ആവശ്യമായ ട്രെയിനിംഗ് നൽകി. വരും ദിവസങ്ങളിൽ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ വീടുകളും സന്ദർശിച്ച് ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്തുമെന്നും നിർദ്ദേശങ്ങൾ പാലിക്കാത്തവർക്കെതിരെ കർശനമായ നിയമ നടപടികൾ ഉണ്ടായിരിക്കുമെന്നും LPHO അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പത്രിപ്പാല. കേരള പ്രവാസി സംഘം ദേശമംഗലം പഞ്ചായത്ത് സമ്മേളനം ദേശമംഗലം വായനശാല ഹാളിൽ സംഘടിപ്പിച്ചു. സംഘടനാ ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് MK ഹക്ക് ഉദ്ഘാടനം ചെയ്തു. കൊച്ചു സംസ്ഥാനത്ത് നിന്ന് വേണ്ടത്ര രീതിയിലുള്ള വിദ്യാഭ്യാസവും ആരോഗ്യവും ഒക്കെ ലഭിച്ച നമ്മുടെ അന്നത്തെ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾക്ക് ഒരു എന്താ പറയുക ഒരു പ്രത്യേക സൗകര്യം ലഭിച്ച പോലെ തന്നെയായിരുന്നു 1960കളുടെ അവസാനത്തിൽ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് എണ്ണഖനനം തുടങ്ങിയെന്നുള്ളൊരു വാർത്തയായിരുന്നു. ഒരുപക്ഷെ കേരളത്തിലുള്ള ഇന്ത്യക്കകത്തുള്ള പല സംസ്ഥാനങ്ങളും ഈ വാർത്ത പോലും പറഞ്ഞത് പിന്നീടെന്നെങ്കിലും ആയിട്ട്. പക്ഷെ കേരളത്തിൽ ഈ വിവരം കൃത്യമായി ലഭിച്ചതിനെ തുടർന്ന് ഇവിടെ നിന്ന് ധാരാളം ആളുകൾ പശ്ചിമേഷ്യ രക്ഷപ്പെട്ടുകൊണ്ട് അങ്ങോട്ട് പോവുകയുണ്ടായിരുന്നു. ഇന്നിപ്പോൾ അതേ പശ്ചിമേഷ്യ കത്തുകയാണ്, നമുക്കറിയാം. ഇറാൻ എന്ന് ഓരോ ദിവസങ്ങൾ ചിലതൂർ കത്തി അമരുകയാണ്. അവിടെ ഇസ്രയേലിലെ കഴുകൻ വിമാനങ്ങളും മറ്റുമൊക്കെ ചീരിപ്പാൻ അലക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളിന്ന് പോകുന്നത് എന്നുള്ളത്. പ്രവാസി സംഘം ദേശമംഗലം വൈസ് പ്രസിഡന്റ് യൂസഫ് തച്ചോത്ത് അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി അലി പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയരാജ് മുതിർന്ന 30 പ്രവാസി അംഗങ്ങൾക്ക് മൊമെന്റോ നൽകി ആദരിച്ചു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ P സാബിറ മുഖ്യാതിഥിയായി. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുശീല, ഗ്രാമപഞ്ചായത്ത് വാർഡ് അംഗം പുഷ്പജ എന്നിവർ സംസാരിച്ചു. തൃശൂർ ജില്ലാ റിപ്പോർട്ട് ചേലക്കര ഏരിയ സെക്രട്ടറി MM ഹനീഫ അവതരിപ്പിച്ചു. നിരവധി പ്രവാസികൾ ചടങ്ങിൽ പങ്കെടുത്തു. പുതിയ പ്രസിഡന്റായി യൂസഫ്, സെക്രട്ടറിയായി അലി, ട്രഷറർ മധു എന്നിവരെ തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. വാളയാറിൽ വീണ്ടും കുഴൽപ്പണവേട്ട. 60 ലക്ഷം രൂപയുമായി മഹാരാഷ്ട്ര സ്വദേശി ഉൾപ്പെടെ 2 പേരെ എക്സൈസ് ചെക്ക് പോസ്റ്റ് ടീമിന്റെ പരിശോധനയിൽ പിടികൂടി. മഴക്കോട്ടിനുള്ളിലും സ്കൂട്ടറിന്റെ പിൻസീറ്റിനടിയിലുമായി ഒളിപ്പിച്ചു കടത്തിയ 60 ലക്ഷം രൂപയുമായാണ് മഹാരാഷ്ട്ര സ്വദേശി ഉൾപ്പെടെ 2 പേർ എക്സൈസിന്റെ പിടിയിലായത്. പൊൽപ്പുള്ളി നെല്ലുകുറ്റിപ്പാറയിൽ രതീഷ്, മഹാരാഷ്ട്ര സാൻഖലി ജില്ലയിൽ കുർളി സുനിൽ, ശിവജി ഗൈക്വാദ് എന്നിവരെയാണ് എക്സൈസ് പിടികൂടിയത്. ചെക്ക് പോസ്റ്റ് ടീമിന്റെ വാഹന പരിശോധനയിലാണ് രേഖകളില്ലാതെ കടത്തിയ പണം പിടിച്ചെടുത്തത്. ഇവർ കോയമ്പത്തൂരിലെ സ്വർണ്ണാഭരണ നിർമ്മാണ തൊഴിലാളികളാണെന്ന് മൊഴി നൽകിയെങ്കിലും പണത്തിന്റെ ഉറവിടം സംബന്ധിച്ച് വ്യക്തതയില്ലെന്ന് എക്സൈസ് പറഞ്ഞു.
പട്ടാമ്പിയിലും എടപ്പാളിലും എത്തിയ ശേഷം പണം കൈമാറാനാണ് ഇവർക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം. ഇരുവരും പണം കൊണ്ടുവരുന്ന കരിയർമാരാണെന്ന് എക്സൈസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇവർ ധരിച്ച കോട്ടിനുള്ളിൽ പ്രത്യേക അറയുണ്ടാക്കിയാണ് പണം സൂക്ഷിച്ചിരുന്നത്. മഴക്കോട്ടാണെന്നാണ് ആദ്യം എക്സൈസ് ധരിച്ചിരുന്നതെങ്കിലും ഇതിനുള്ളിലെ രഹസ്യ അറ പരിശോധിച്ചപ്പോഴാണ് പണം കണ്ടെത്തിയത്. പ്രതികളെയും പിടികൂടിയ തുകയും തുടരന്വേഷണത്തിനായി പാലക്കാട് ഇൻകം ടാക്സ് അസിസ്റ്റന്റ് ഡയറക്ടർ ബി സുബ്രഹ്മണ്യന് കൈമാറി. ചെക്ക് പോസ്റ്റ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ KX ബാസ്റ്റിൻ, പ്രിവൻറ്റീവ് ഓഫീസർ KV ദിനേഷ്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ P അലി അസ്ഗർ, P ശരവണൻ എന്നിവരടങ്ങിയ സംഘമാണ് പരിശോധന നടത്തിയത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. റെയിൽവേ റിട്ടയർഡ് ലോക്കോ പൈലറ്റ് M ചന്ദ്രശേഖരൻ്റെ നിര്യാണത്തിൽ സെൻട്രൽ ഗവൺമെൻറ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ അനുശോചിച്ചു. അസോസിയേഷൻ ഷൊർണൂർ മഞ്ഞക്കാട് ഓഫീസിൽ അനുശോചന യോഗം ചേർന്നു. സെൻട്രൽ ഗവൺമെൻറ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ്റെ ഷൊർണൂർ ഓഫീസ് സെക്രട്ടറിയായിരുന്നു അന്തരിച്ച M ചന്ദ്രശേഖരൻ. സർവീസിലിരിക്കെ AILRSA നേതാവായിരുന്നു. ഷൊർണൂർ മഞ്ഞക്കാട് ഓഫീസിൽ ചേർന്ന അനുശോചന യോഗത്തിൽ സംഘടനാ ഭാരവാഹികളായ C മധുസൂദനൻ, MB മോഹനചന്ദ്രൻ, PV ഗോപാലകൃഷ്ണൻ, KK കേശവൻ, K വേലായുധൻ, P ആറുമുഖൻ, M രാജഗോപാലൻ, N ലോഹിതാക്ഷൻ, MK രാമചന്ദ്രൻ, K ചന്ദ്രൻ എന്നിവർ സ്മരണാഞ്ജലി അർപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ പങ്കുചേരുന്നുണ്ട്. ഞാൻ റിട്ടയർ ആവുന്നതിന് മുന്നേ തന്നെ ഈ ഓഫീസായിട്ട് ബന്ധമുണ്ടായിരുന്നു. എൻ്റെ അച്ഛൻ മെമ്പറായിരുന്നു, അച്ഛന് ശേഷം അമ്മ മെമ്പറായിരുന്നു. അപ്പോൾ അമ്മയുടെ കൂടെ ഞാൻ വരും. അതുപോലെ തന്നെ അതുകൊണ്ടാണ് എന്നെ ഇതിലേക്ക് അടുപ്പിച്ചത്. ഈ ഇതിലേക്ക് ഞാൻ റിട്ടയറായി പിറ്റേ ദിവസം തന്നെ ഇവിടെ വന്ന് ചേർന്നു. അപ്പോൾ സാധാരണയായിട്ടും ചന്ദ്രേട്ടനുണ്ട്. പിറ്റേ ദിവസം വന്ന് ചേർന്നപ്പോൾ തന്നെ ചന്ദ്രേട്ടൻ ട്രെയിനിങ് തരാൻ തുടങ്ങി. അദ്ദേഹം ന്യൂസ് സെന്റർ ഷൊർണൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. CPM-ലും LDF-ലും ഏകോപനമില്ലെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ. MV ഗോവിന്ദനും ബിനോയ് വിശ്വവും മുഖ്യമന്ത്രിയും തോന്നിയത് വിളിച്ചു പറയുന്നു. CPM-RSS ബന്ധം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെന്നും VD സതീശൻ. മുണ്ടൂരിൽ വീണ്ടും കാട്ടാന ആക്രമണം. പുലർച്ചെ വീടിന് പുറത്തിറങ്ങിയ ഗൃഹനാഥൻ കാട്ടാനയുടെ ചവിട്ടേറ്റ് മരിച്ചു. 2 മാസത്തിനിടെ പ്രദേശത്ത് കാട്ടാന ആക്രമണത്തിൽ മരണം 2ആയി. ആന ഇപ്പോഴും ജനവാസ മേഖലയിൽ. സ്ഥലത്തെത്തിയ ജില്ലാ കലക്ടർക്കും MLA-ക്കും നേരെ നാട്ടുകാരുടെ രോഷപ്രകടനം. മുള്ളൂർക്കര വാഴക്കോട് ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വാഴക്കൊന്ന്. ജനവാസ കേന്ദ്രത്തിലെത്തിയ കാട്ടാന വ്യാപകമായി കൃഷി നശിപ്പിച്ചു. എലപ്പുള്ളിയിൽ മദ്യനിർമ്മാണ കമ്പനിക്കെതിരെ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകരുടെ ഏകദിന ഉപവാസം. മദ്യമൊഴുക്കി പണമുണ്ടാക്കാനുള്ള ജനദ്രോഹ നടപടിയിൽ നിന്ന് സർക്കാർ പിന്മാറണമെന്ന് ഉപവാസവേദി. സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി മദ്യവിരുദ്ധ ജനകീയ മുന്നണി ചെയർമാൻ ബിഷപ്പ് ജോഷുവ ഇഗ്നാത്യൂസ്. ഇസ്രായേലിന്റെ യുദ്ധവെറി ആരോപിച്ച് ഷൊർണൂരിൽ വ്യത്യസ്ത സംഘടനകളുടെ പ്രതിഷേധം. CPM നേതൃത്വത്തിൽ യുദ്ധവിരുദ്ധ പൊതുയോഗം. ഇസ്രായേൽ തെമ്മാടി രാഷ്ട്രമെന്നാരോപിച്ച് SDPI. PN പണിക്കരുടെ സ്മരണയിൽ ഇന്ന് വായനാ ദിനം. വായനശാലകളിലും വിദ്യാലയങ്ങളിലും പ്രത്യേക പരിപാടികൾ. വിദ്യാഭ്യാസ വകുപ്പിന്റെ വായനാ വാരാചരണത്തിന് തുടക്കം. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.